സോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നത്. ഇപ്പം വേറെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നവരാവാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫുള്ളവരുണ്ടാവാം, പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ഇല്ലേ. സോ ഇവർക്കെല്ലാം തന്നെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പണം വേണം അല്ലേ. അപ്പം ആ പണം നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതിന് പല മാർഗങ്ങളും ഉണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജോലി ചെയ്യാം, ബിസിനസ് ചെയ്യാം, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. ഓക്കെ, നമ്മളെല്ലാം അത് ഉണ്ടാക്കുന്നവരാവാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ മണി എന്നൊരു വസ്തുത ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലെ. സോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെന്തുകൊണ്ട് പഠിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് അല്ലെ. നമ്മൾക്ക് ഇത് പഠിച്ച് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റോ ട്രേഡോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് 100% ഉറപ്പായ കാര്യമാണ്. അപ്പം അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് പലരെയും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിച്ചവർ എന്നും പരാജയപ്പെട്ടവരെന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് എഡ്യൂക്കേഷനോട് കൂടി ഇതിനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അതിനെ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരാൾ പരാജയപ്പെട്ടതായിട്ട് ഒരു ചരിത്രമില്ല. ഇതൊന്നും ചെയ്യാതെ മാർക്കറ്റിൽ വന്ന് ട്രേഡ് ചെയ്ത് ഇന്ന് കുറച്ച് ക്യാഷ് ഇറക്കി നാളെ അതിന്റെ 4 മടങ്ങ് തിരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞു വരുന്നവർക്കാണ് ഈ തരത്തിൽ മാർക്കറ്റിനെ ഫെയിലിയർ ആയിട്ട് തിരിച്ചു കൊണ്ടൊരു അവസ്ഥ വരുന്നത്. ഓക്കെ, സോ നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത്, ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നേടി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വൈ ഷുഡ് വി ഇൻവെസ്റ്റ്. നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫൈറ്റ് ഇൻഫ്ലേഷൻ എന്നൊരു പോയിന്റാണ്. ഫൈറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറൽ ടോപ്പിക്കാണ്. ഇത് റിലേറ്റഡ് ടു സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഇത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്, അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആവാം, പ്രോപ്പർട്ടി ആവാം, എവിടെ വേണേലും ആവാം. നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കൃത്യമായി പറഞ്ഞാൽ ഫൈറ്റ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഗ്രോയിങ് കോസ്റ്റ് ഓഫ് ലിവിങ് എന്നാണ് അല്ലെ. അത് നമുക്കറിയാം. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഓരോ വസ്തുക്കളുടെയും, നമുക്ക് ആവശ്യമുള്ള ഓരോ വസ്തുക്കളുടെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് ഇൻഫ്ലേഷനാണ് ശരിക്കും. അതനുസരിച്ച് നമ്മുടെ വരുമാനം കൂട്ടുകൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നതോറും നമ്മളുടെ കയ്യിലുള്ള ഐഡിയൽ മണി, അതായത് നമ്മളിപ്പം ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അത് നമ്മുടെ പോക്കറ്റിലോ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും ലോക്കറിലോ ഇരുന്ന് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും അത് 10 രൂപ തന്നെയാണ് അല്ലെ. അതൊരിക്കലും അപ്രീസിയേഷൻ സംഭവിക്കുന്നില്ല. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ 10 രൂപയുടെ വാല്യൂ എന്താവും? ചിലപ്പോൾ ഒരു 10 പൈസയോ അല്ലെങ്കിൽ 1 രൂപയോ കുറയും അല്ലെ. അപ്പൊ നമ്മൾ ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് വരുന്നത്. ഞാൻ അതൊരു എക്സൽ ഷീറ്റിൽ ഒരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇൻവെസ്റ്റിംഗിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഫൈറ്റ് ഇൻഫ്ലേഷൻ ആണ്. നമ്മൾ ഇൻഫ്ലേഷനെതിരെ പോരാടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് വെൽത്ത്. വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം അല്ല അല്ലെ. ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻകം ആണ്. നമ്മുടെ ലിവിങ് കോസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ ഇൻകത്തിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? സമ്പത്ത് എന്നാണ് അല്ലെ. സമ്പത്ത് വേറെ, ഇൻകം വേറെ. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് നീഡ്സിന് അപ്പുറമുള്ള നീഡ്സ് കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമുള്ള പണത്തിനെയാണ് നമ്മൾ സമ്പത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ലക്ഷറി വണ്ടി വാങ്ങണം, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മാര്യേജ്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം പണം വേണം. അപ്പൊ അതിന് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുക. അപ്പം ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് വെൽത്ത് ആണ്. അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അതുവഴി നമ്മളുടെ ബേസിക് അല്ലാത്ത നീഡ്സുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട് അല്ലെ. അതായത് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ കേട്ട് കാണും ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇപ്പൊ നമ്മൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ആ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തോ, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട് എന്ന് പറയും. എന്താണ് ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും?
അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ റിസ്ക് ആണല്ലേ. നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആയിരിക്കും അല്ലെ. ബാങ്കിൽ നമ്മൾ കിട്ടുന്ന എമൗണ്ട് എപ്പോഴും ഇവിടെ സേഫ് ആയിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. അതിപ്പോ ഇയർലി 8% ഒക്കെയാണ് മാക്സിമം ഫിക്സഡ് ഡിപ്പോസിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അതൊരു മച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 5 വർഷത്തേക്ക് സോറി 5 വർഷത്തേക്ക് നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇൻട്രസ്റ്റും മുതലും കൂടെ തിരിച്ചു കിട്ടും അല്ലെ. വളരെ സേഫ് ആണ്, പക്ഷെ റിട്ടേൺ വളരെ കുറവായിരിക്കും. പിന്നെ ഉള്ളതാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ്, കമ്പനികളുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹൈ റിസ്ക് ആണ് അല്ലെ. ആ കമ്പനി ഫ്ലോപ്പായി പോയി അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസ് പോയി, കമ്പനി കൂട്ടിപ്പോയി, നമ്മുടെ മണി പോകും അല്ലെ. സ്റ്റോക്കിന് വാല്യൂ ഇല്ലാതായി പോകും, ഷെയറിന് ഒരു വാല്യൂ ഇല്ലാതായി പോകും. അപ്പൊ ഹൈ റിസ്ക് ഉണ്ട്, പക്ഷെ റിട്ടേൺ ഹൈ ആ. കാരണം ആ കമ്പനി വളരെയധികം പെട്ടെന്ന് ഗ്രോ ചെയ്ത് പോവുകയാണെങ്കിൽ ഷെയറിന്റെ വാല്യൂ കണ്ടമാനം കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ നമ്മുടെ പൈസക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇപ്പൊ വിചാരിക്കുന്ന ബാങ്ക് ഡിപ്പോസിറ്റ് 8% ഒന്നും അല്ല. ആ 8% ചിലപ്പോൾ ഒരു മന്ത്ലി പോലും കിട്ടുന്ന സെനാരിയോസ് ഉണ്ടാവും. അപ്പൊ ഇയർലി നോക്കുമ്പോൾ നല്ല പെർസെന്റേജ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടും, പക്ഷെ ഹൈ റിസ്ക്കും ഉണ്ട്, കമ്പനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? അങ്ങനത്തെ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കണ്ടുപിടിച്ച്, ഇപ്പം ഷെയറുകൾ കാര്യങ്ങളൊക്കെ ഏതാണ് നല്ലത്, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പൈസ ഇത്ര നാളുകൊണ്ട് ഇത്ര കൂടും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും കമ്പനികളെ കുറിച്ചും ഷെയറുകളെ കുറിച്ചും ഒക്കെ നന്നായിട്ട് പഠിച്ച് അതിൽ നമ്മളൊരു നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അതിലൊരു സ്കില്ല് ഉണ്ടാക്കി വളരെ പേഷ്യൻസോട് കൂടി മാത്രം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇക്വിറ്റിയിലൂടെ നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു കോഴ്സിന്റെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നതും ആ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും ഉള്ളതാണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, സോ ഇനി അടുത്തത് വേറെ എവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാം അല്ലെ. നമ്മളൊക്കെ സാധാരണ കേട്ടതും കണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റ്. ഇപ്പം ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ലാൻഡോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ വാങ്ങി മറച്ചു വെക്കാം, അല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ നടത്താം. അതുവഴി നമുക്ക് റെന്റൽ ഇൻകം ഉണ്ടാക്കാം. അതുകൂടാതെ ആ ലാൻഡിന് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് പിന്നീട് വരുന്ന അപ്രീസിയേഷൻ വഴി നമുക്ക് ലാഭം ഉണ്ടാക്കാം അല്ലെ. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ നമുക്ക് എന്താ സംഭവം? അവിടെ വലിയ എമൗണ്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ. നമുക്ക് ഒരു 5,000 10,000 കൊണ്ട് പോയിട്ട് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങാൻ പറ്റില്ല. ലക്ഷങ്ങൾ വേണം അല്ലെ അതിൽ ചെയ്യണമെങ്കിൽ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മോഡറേറ്റ് റിസ്ക് ആണ്, മോഡറേറ്റ് റിട്ടേണും ആണ്. കാരണം പിന്നെ ഇതിന്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇത് ഇല്ലിക്വിഡ് ആണ്. മീൻസ് ഇപ്പം ചില ഏരിയയിൽ നമുക്ക് ഒരു പ്ലോട്ട് ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് നോക്കുക, അതിനെ ഒരു ബയ്യറെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന എന്താണ് റെന്റിന് കൊടുക്കണമെങ്കിൽ പോലെ ആളെ കണ്ടെത്താനൊക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ്, ഇപ്പൊ ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, അതിന്റെ അപ്രൂവൽസ് കാര്യങ്ങൾ, അങ്ങനെ കുറെ നൂലാമാലകൾ ഈ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് അങ്ങനത്തെ കുറച്ച് ചാലഞ്ചിങ് ഫാക്ടറും ഉണ്ട്. എന്നാൽ മോഡറേറ്റ് റിസ്ക്കും ആണ്, മോഡറേറ്റ് റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കമ്മോഡിറ്റീസ് ആണ് അല്ലെ. കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഗോൾഡിലും സിൽവറിലും ഒക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഗോൾഡ് നിങ്ങൾക്ക് അറിയാം, ഇപ്പം റോക്കറ്റ് പോലെ പോകുന്നൊരു സംഭവമാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഡെയിലി ന്യൂസിലും കാര്യങ്ങളും കാണുന്നതാണ്. നമ്മൾ മിക്കവരും ഗോൾഡ് കൈകാര്യം ചെയ്യുന്നവരുമാണ്. ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നല്ലതാണ്. അതും ഈ പറയുന്ന പോലെ നമ്മൾക്ക് പ്രൈസ് അപ്രീസിയേഷൻ എത്ര വർഷം കൂടിയാ വരുന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എവിടെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു 3-4 മേഖലയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇത് കൂടാതെ ഉണ്ട്, ഇപ്പൊ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു 4 മേഖലയാണ് ഫിക്സഡ് ഇൻകം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, പിന്നെ ഇക്വിറ്റി, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ കമ്മോഡിറ്റി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ ഗോൾഡിൽ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ ഗോൾഡ് ETF എന്നൊക്കെ കിട്ടുന്നുണ്ട്, ഇലക്ട്രോണിക്കലി ട്രേഡ് ചെയ്യുന്ന ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് പ്രൈസ് അപ്രീസിയേഷൻ വഴി നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ കിട്ടുന്നതിനുള്ള വഴികളുണ്ട്. ഓക്കെ, സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇക്വിറ്റി, നമ്മുടെ ഇതിനകത്ത് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇക്വിറ്റി എവിടെയാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക? സ്റ്റോക്ക് മാർക്കറ്റ് വഴി അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇക്വിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുന്നതും ഇക്വിറ്റീസ് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്നത് എവിടെയാണ്? സ്റ്റോക്ക് മാർക്കറ്റാണ്. അപ്പൊ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? നമ്മളുടെ ബേസിക് ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്, ഇൻട്രഡക്ഷൻ ടോപ്പിക്കിലേക്ക് വരികയാണ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വേർ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഹു വിഷ് ടു ട്രാൻസാക്ട് ഇൻ ഷെയർസ് ഗോ. എന്ന് വെച്ചാൽ എന്താണ് ഇത് എന്ന് പറയുന്നത്? ഒരു ഇലക്ട്രോണിക് മാർക്കറ്റ് ആണ് അല്ലെ. ഇവിടെ ബൈയും സെല്ലും, ഷെയർസിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ഒരു ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്.
ഇപ്പൊ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നു, നമ്മൾക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, അവർ വിൽക്കാൻ വെക്കുന്നു, നമ്മളത് വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു, വരുന്നു, അല്ലെ എന്ന് പറയുന്ന പോലെ ഇത് ഇലക്ട്രോണിക്കലി ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ശരിക്കും എന്ത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഫെസിലിറ്റേറ്റ് യുവർ ട്രാൻസാക്ഷൻസ് എന്നതാണ്. അതായത് തിയറി ശരിക്കും മനസ്സിലാക്കുക, ഒരു ബയ്യറും സെല്ലറും ഉണ്ടാവും, അവരുടെ ബൈ ഓർഡേഴ്സിനെയും സെൽ ഓർഡേഴ്സിനെയും മാച്ച് ചെയ്ത് ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണം എന്ന് വെക്കുക, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സെല്ലറെ മീറ്റ് ചെയ്യണം, അല്ലെ? അല്ലെങ്കിൽ ഒരു സെല്ലർക്ക് ആൾക്കൊരു കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഷെയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 100 ഷെയർ ഉണ്ട്, അത് വിൽക്കാനായിരിക്കും ഒരു ബയ്യർ വേണം, അല്ലെ? അപ്പൊ എവിടെയാണ് ഇവരെ കണ്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലാണ്, അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റിൽ ചെല്ലുമ്പോഴാണ് ബയ്യറും സെല്ലറും മീറ്റ് ചെയ്യുന്നതും അവർ തമ്മിലുള്ള ഡീല് അവിടെ മാച്ച് ചെയ്ത് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് വെച്ചാണ്. അപ്പൊ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡ്യൂട്ടി. ഓക്കെ, ഇതൊരു ഇലക്ട്രോണിക്സ് ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ഈ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഫോമിലാണ്. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നവരെ നമുക്ക് പോകേണ്ട കാര്യമില്ല, നമുക്കിതെല്ലാം ഡിജിറ്റലി ചെയ്യാം, അല്ലെ? നമുക്ക് മാർക്കറ്റിനെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം ത്രൂ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ, അല്ലെ? നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, വാങ്ങാം, ഇതൊക്കെ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് പോയി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല. ഇതിന് ഇന്റർമീഡിയറീസ് ഉണ്ട്, അവർ ത്രൂ മാത്രമാണ് നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മളുടെ ഈ ഒരു ഷെയർ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ മെയിനായിട്ട് 2 സ്റ്റോക്ക് മാർക്കറ്റ് ആണുള്ളത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണുള്ളത്. ഒന്ന് NSE, പിന്നൊന്ന് BSE. BSE എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഈ 2 എക്സ്ചേഞ്ച് വഴിയാണ് ഇന്ത്യയിൽ പബ്ലിക് കമ്പനി സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ 2 എക്സ്ചേഞ്ച് വഴി നമുക്ക് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഡേ ട്രേഡിങ് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ആണ്. സോ ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണുള്ളത്, BSE ആൻഡ് NSE. സോ ഇവിടെ നമ്മൾക്ക് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു അംഗീകൃത സ്റ്റോക്ക് ബ്രോക്കർ മൂലമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇനി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്നാണ് പറയുക. ഇതില് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ഒന്നാമത്തെ കാറ്റഗറി, അതായത് എന്നെയും നിങ്ങളെയും പോലുള്ള ഡൊമസ്റ്റിക് ഇന്ത്യക്ക് അകത്തുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയും. പിന്നെ ഉള്ളത് NRIs ആൻഡ് OCI. NRI എന്ന് പറയുന്നത് അറിയാമല്ലോ, പ്രവാസികൾ. ഇപ്പൊ ഇന്ത്യക്കാരാണ്, അവർ വിദേശത്ത് ജോലി ചെയ്യുന്നവര്. പിന്നെ ഉള്ളത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്, ഫോർ എക്സാമ്പിൾ LIC പോലെയുള്ള വലിയ പബ്ലിക് കമ്പനികൾ എന്താണ്, ഷെയർ മാർക്കറ്റിലാണ് അവർ കൂടുതലും പൈസ. ഇപ്പൊ നിങ്ങളുടെ ഇൻഷുറൻസ് എടുക്കുന്നത്, അവർ ആ എമൗണ്ട് ഒക്കെ എവിടെയാണ് കൊണ്ടിടുന്നത്? ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അതുവഴി അവർക്ക് ഹ്യൂജ് റിട്ടേൺ കിട്ടുന്നതാണ് അവരുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർക്ക് വലിയ വലിയ ക്ലെയിം ചിലപ്പോൾ സെറ്റിൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവരുടെ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സായി മാറ്റുന്നത് എന്താണ്? അവർ കിട്ടുന്ന എമൗണ്ട് വെറുതെ കൊണ്ട് അവർ ബാങ്കിൽ ഇട്ട് വെക്കുക, അവരുടെ കയ്യിൽ വെക്കുകയല്ല ചെയ്യണം, അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേ. അതായത് ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടുപിടിച്ച് അതിൽ ബെസ്റ്റ് പ്രൈസ് വരുമ്പോൾ വാങ്ങിച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷനാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. പിന്നെ ഡൊമസ്റ്റിക് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്ന് പറയും, അതായത് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്. ഇപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ എന്താ സംഭവിക്കുന്നത്? ഈ മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന കമ്പനികൾ നമ്മളെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് ഒരു സം എമൗണ്ട് ആക്കിയിട്ട് അതിനെ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, മൾട്ടിപ്പിൾ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അത് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ത് ചെയ്യും? നമ്മൾക്ക് നമ്മുടെ എമൗണ്ടിന്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരും. അങ്ങനെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നവരാണ്. അതായത് വിദേശ ഫണ്ടുകൾ, ഇപ്പം ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങൾക്കുള്ള അവര് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വായ്പ എടുത്തിട്ട് നമ്മുടെ കൺട്രിയിൽ വന്നിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അവരുടെ ബെനിഫിറ്റ്, പ്രോഫിറ്റ്. അങ്ങനെ വിദേശ ഫണ്ടുകളുണ്ട്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, അപ്പം നമ്മളത് പിന്നീട് പഠിക്കും. ഈ ഫോറിൻ ഫണ്ടുകളുടെ ഒരു
ഇമ്പാക്ട് അവരുടെ ഒരു മാർക്കറ്റിൽ അവരുടെ അപ്രോച്ചിനെ എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഉണ്ട്, അവരും മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 4-5 കാറ്റഗറി ആൾക്കാരാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റിലും ട്രേഡിങ്ങിലും ഉള്ളത്. ഇപ്പൊ നിങ്ങളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ പാർട്ടിസിപ്പൻസിന്റെ എല്ലാം മോട്ടീവ് എന്താണ്, ഇവരുടെ അജണ്ട എന്താണ്? ഒന്നുമില്ല, പ്രോഫിറ്റബിൾ ട്രാൻസാക്ഷൻസ് നടത്തുക. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക, ടു മേക്ക് മണി. അത് മാത്രമാണ് ഈ പറഞ്ഞ എല്ലാവരുടെയും പർപ്പസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നതും ഈ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? പണം ഉണ്ടാക്കാനാണ് അല്ലെ. നമ്മളടക്കം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എന്തിനാണ് പോകുന്നത്? പൈസ ഉണ്ടാക്കാനാണ് അല്ലെ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ മണി ഇൻവോൾവ് ആകുന്ന കേസിൽ നമ്മളുടെ ഇമോഷൻസ്, അതായത് ഗ്രീഡ്, ഫിയർ എന്ന് പറയുന്ന ഇമോഷൻസ് ഭയങ്കര ഹൈ ആയിരിക്കും അല്ലെ. നമ്മളെല്ലാവരും പണവുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അല്ലെ. നമുക്ക് 1 രൂപ നഷ്ടപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് ഒരു 1000 രൂപ കിട്ടിയെന്ന് നോക്കുക, അതിൽ നിന്ന് 1 രൂപ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും അല്ലെ. അത്രമാത്രം നമ്മൾ മണിയുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഗ്രീഡ്, ഈ ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യന് വരും ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മണിയുമായിട്ട് ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻസ്, ഈ ഗ്രീഡ് അല്ലെങ്കിൽ ഫിയർ നമ്മളെ എന്ത് ചെയ്യിക്കും? അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസിലേക്ക് കടക്കാൻ ശ്രമിക്കും, നമ്മളെ പ്രേരിപ്പിക്കും അല്ലെ. അതായത് ഈ പൈസ ഇപ്പൊ ഹ്യൂജ് മണിയൊക്കെ പോകുന്ന കേസ് വരുമ്പോഴത്തേക്കും നമ്മുടെ എത്തിക്സും കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസിലേക്ക് പോകും. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു സിസ്റ്റം വേണം അല്ലെ. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പലരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരും വഞ്ചിക്കപ്പെടും അല്ലെ. നമ്മുടെ പൈസ പോകും. നമ്മൾ എത്ര പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനത്തെ അൺഫെയർ പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിഗ് ഹൗസ്, വലിയ പൈസയുള്ള ഒരു ഫണ്ട് കമ്പനി ഇങ്ങനെ അൺഫെയർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പാവപ്പെട്ട റീറ്റെയിലേഴ്സിന്റെ പൈസ ആയിരിക്കും ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ അതിനെ ഒഴിവാക്കാനായിട്ട് ഒരു റെഗുലേറ്ററി സിസ്റ്റവും കംപ്ലൈൻസും ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും വളരെ സേഫ് ആണ് എന്ന് പറയുന്നത്. സേഫ് മീൻസ് എന്താണ്? പൈസ എപ്പോഴും ലാഭം കിട്ടുമെന്ന് മാത്രമല്ല, റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക്കും അൺഫെയർ പ്രാക്ടീസിന് രണ്ടാണല്ലേ. റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ബിസിനസ് പോരാ, അവർ മോശം പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഷെയറിന്റെ വാല്യൂ കുറയും, നമ്മുടെ പൈസ അവിടെ ഡിപ്രീസിയേഷൻ സംഭവിക്കും അല്ലെ. അതേസമയം അൺഫെയർ പ്രാക്ടീസ് എന്ന് പറയുന്നത് വേറെ ആണ്. ശരിക്കും ഉടായ്പ എന്നൊക്കെ നമ്മൾ പറയൂലേ, അത് മാൽ പ്രാക്ടീസസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട്, ഒരു റെഗുലേറ്ററി സിസ്റ്റം ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹെവിലി കൺട്രോൾഡ് മാർക്കറ്റാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആർക്കും പറ്റിക്കാൻ പറ്റില്ല. പണ്ട് അങ്ങനത്തെ ഒരുപാട് ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വലിയ വലിയ സ്കാം ഒക്കെ നടന്നത്. ഇപ്പൊ ഹർഷത് മേത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടുകയാണ്. അങ്ങനത്തെ സ്കാമുകളൊക്കെ നടന്നത് ഈ ഒരു റെഗുലേറ്ററി സിസ്റ്റം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷമാണ് ഈ ഒരു റെഗുലേറ്ററി സിസ്റ്റം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്. ഇപ്പൊ ഫുള്ളി കൺട്രോൾഡ് ആണ്. യാതൊരു തരത്തിലുള്ള അൺഫെയർ പ്രാക്ടീസും നടത്താൻ അനുവദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യും, അവർക്ക് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സെബി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ സെബി ശരിക്കും പ്രവർത്തിക്കുന്നത്, ഈ പോയിന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണ്ടക്ട്സ് ഇറ്റ്സ് ബിസിനസ് ഫെയർലി, അത് എൻഷുർ ചെയ്യാനാണ് അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റ്, ആ ബിസിനസ് എക്സ്ചേഞ്ചുകൾ അവരുടെ ട്രാൻസാക്ഷൻസ് വളരെ ഫെയർ ആയിട്ടാണോ നടത്തുന്നതെന്ന് എൻഷുർ ചെയ്യാനാണ് സെബിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് കണ്ടക്ട് ദെയർ ബിസിനസ് ഫെയർലി. അതുപോലെ തന്നെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അവരുടെ ബിസിനസ് കറക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ. പിന്നെ പാർട്ടിസിപ്പൻസ് ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ അൺഫെയർ പ്രാക്ടീസസ്. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പാർട്ടിസിപ്പൻസ്, നമ്മളടക്കമുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമാണ് സെബി ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന രീതിയിൽ കോർപ്പറേഷൻസ് ഡോണ്ട് യൂസ് ദ മാർക്കറ്റ് ടു ബെനിഫിറ്റ് ദംസെൽവ്സ്. സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. പണ്ട് ഹൈദരാബാദിൽ സത്യം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവര് അക്കൗണ്ട്സിൽ കാര്യങ്ങൾ തിരിമറി നടത്തി, ഷെയർ ഹോൾഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കുറെ ഫ്രോഡ് നടത്തി. അപ്പൊ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നടക്കാതിരിക്കാനായിട്ടുള്ള ഒരു റെഗുലേറ്ററി സിസ്റ്റമാണ് സെബി നടപ്പിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഇതുവഴി ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെ പോലുള്ള ചെറിയ ചെറിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ സെബി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് ശരിക്കും സെബിയുടെ റോൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതൊക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഉള്ളിലൊരു പേടിയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് എൻ്റെ 5000 10,000 ഇട്ട് കഴിഞ്ഞാൽ അത് പോയി പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ ഫണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അത് ഒരിക്കലും ഒരു ചീറ്റിങ്ങിന് ഇടവരില്ല. കാരണം അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു
ഏജൻസി, ഒരു റെഗുലേറ്ററി ഏജൻസി അവിടെ ഉണ്ട്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം സെബി ഉള്ളിടത്തോളം കാലം, ആ ഒരു കൺട്രോൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ വളരെ സേഫ് ആണ്. ഓക്കെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന്. മാർക്കറ്റിൽ ഒരുപാട് ഇന്റർമീഡിയറീസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് പോയിട്ട് വാങ്ങാനോ വിൽക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്റർമീഡിയറീസ് ത്രൂ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. നമുക്ക് ഷെയർ വാങ്ങാനോ വിൽക്കാനോ പറ്റണമെങ്കിൽ നമ്മൾ ഇന്റർമീഡിയറീസ് വഴി മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പൊ അതിലെ മെയിൻ ഇന്റർമീഡിയറി എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ബ്രോക്കർ, അല്ലെ? ഇവരാണ് ഇന്റർമീഡിയറിയിലെ നമ്പർ 1. ഇവരെന്ന് പറയുന്നത് എക്സ്ചേഞ്ച്, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകരിച്ചിട്ടുള്ള, സെബി അംഗീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അവരാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തരുന്നത്. ഇപ്പൊ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറയും, ട്രേഡ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും. അതിൽ ട്രേഡിംഗ് അക്കൗണ്ടാണ് അവരുടെ കയ്യിൽ നിന്ന് വരുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ഇന്റർമീഡിയറി ആയിട്ടുള്ള ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഏജന്റ്, ഡിപ്പോസിറ്ററി അതോറിറ്റി, അവരാണ് ഡിമാറ്റ് അക്കൗണ്ട് തരുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റോക്ക് ബ്രോക്കറാണ് നമുക്ക് എന്ത് തരിക, ട്രേഡിംഗ് അക്കൗണ്ട് തരുന്നത്. അതായത് ട്രേഡ് ചെയ്യാനുള്ള പാനല്, ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഇപ്പൊ നമുക്ക് പ്രൈസ് കാണണം, ഈ NSEയിലും BSEയിലും ട്രേഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും ഷെയറുകളുടെയും പ്രൈസ്, ലൈവ് പ്രൈസസ് നമുക്ക് കാണണം. നമുക്കത് വാങ്ങാനും വിൽക്കാനും പറ്റണമെങ്കിൽ നമ്മൾ ആ പ്രൈസ് കാണണമല്ലോ. അതിന്റെ ഗ്രാഫ് കാണണം, അതിന്റെ ഗ്രോത്ത് കാണണം, അത് താഴേക്കാണോ മുകളിലേക്കാണോ സൈഡ് വൈസ് ആണോ എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പൊ അതെല്ലാം തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ആര് തരുന്നത്, ബ്രോക്കർ തരുന്നത്. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ബൈ സെൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇപ്പം ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ ഫയേഴ്സ് ആണ്. ഓക്കെ, ഫയേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കറാണ്. അപ്പൊ അവരുടെ ചാർട്ട് വളരെ ഭംഗിയാണ്, ലൈവ് ആയിട്ടുള്ള റിയൽ ടൈം ചാർട്ടാണ്. നമുക്കത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനത്തെ ബ്രോക്കറാണ് ഫയേഴ്സ്. ഇത് കൂടാതെ സെറോദ ഉണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, ഏഞ്ചൽ വൺ ഉണ്ട്, അങ്ങനെ കുറേ അധികം ആൾക്കാർ ഉണ്ട്. അതിൽ ലീഡിംഗ് ആയിട്ടുള്ള 2-3 പേരാണ് ഞാൻ ഈ പറഞ്ഞ ഫയേഴ്സ്, സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഷെയറിന്റെ ട്രേഡ് ബുക്ക് അല്ലെങ്കിൽ P&L റിപ്പോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ വഴിയാണ് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ ലീഡിംഗ് ആണോ നോക്കുക, അവരുടെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം നല്ലതാണോ നോക്കുക, അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സുകളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. ഒരു ബ്രോക്കറുടെ അടുത്ത് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ സാധിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ബ്രോക്കർ തന്നെ എഡ്യൂക്കേഷൻ സർവീസ് തരുന്നുണ്ടെന്ന് നോക്കുക. അപ്പൊ നമുക്ക് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഫയേഴ്സിന് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അവരുടെ സ്കൂൾ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതുവഴി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് തൊട്ടിട്ട് അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നാ പറയുന്നത്. ഒരു ബ്രോക്കർ വഴിയാണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അവര് ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമേ തരുന്നതെങ്കിലും നമ്മൾക്ക് ഡിമാറ്റ് അക്കൗണ്ടും കൂടെ ചേർന്നാണ് കിട്ടുക. ഓക്കെ, ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ ചെയ്തു തുടങ്ങാം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? നമുക്ക് ഒന്നുകിൽ ഒരു ബ്രോക്കറെ വിളിച്ചിട്ട് നമുക്ക് പറയാം, ഇന്ന സ്റ്റോക്ക് ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കോ, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി വാങ്ങും, ഇത്ര ക്വാണ്ടിറ്റി എൻ്റെ ഉണ്ട്, അത് വിറ്റ് കളഞ്ഞേക്ക് ഇന്ന പ്രൈസ് ആകുമ്പോൾ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ കോൾ ചെയ്ത് അവരെ വിളിച്ചിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു യങ് ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മൊബൈലുണ്ട്, ടാബ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്, സിസ്റ്റം ആക്സസ് ഉള്ളവരാണ്. നമ്മൾക്ക് തന്നെ ഓൺലൈനായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ലൈവായിട്ട് മാർക്കറ്റിൽ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് പിന്നെ അഡ്വാൻസ്ഡ് യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമിംഗ് കോഡിംഗ് വഴി എഴുതി അൽഗോ ട്രേഡിംഗ് വരെ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന പ്രൈസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സിസ്റ്റം അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഷെയർ വാങ്ങും, അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയർ വിൽക്കും. അങ്ങനെ അൽഗോ ട്രേഡിംഗ് വരെ വന്നു കഴിഞ്ഞൊരു കാലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഈ സെക്കൻഡ് ഓപ്ഷനാണ് എപ്പോഴും ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇന്റർനെറ്റിന് ഹെൽപ്പോടുകൂടി നമ്മൾ ഓൺലൈനായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നതാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം ഇവരാണ് ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പണ്ട് 1996 മുമ്പ് ഇത് ഷെയർ സർട്ടിഫിക്കറ്റ്, ഇപ്പൊ നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ ആ കമ്പനിയിൽ ഓണർഷിപ്പ് എൻഡേറ്റിൽ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യും,
അത് നമുക്ക് ഒരു പേപ്പറാ, ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു, അത് നമ്മൾ കയ്യിൽ വെക്കും. അതാണ് നമ്മുടെ പ്രൂഫ്, നമുക്ക് ആ കമ്പനിയിൽ ഷെയർ ഉണ്ടെന്നുള്ളതിന്റെ പ്രൂഫാണത്. 96 ശേഷം അത് മാറി അതിനെ ഡിജിറ്റലൈസ് ചെയ്തു, ഡീമെറ്റീരിയലൈസേഷൻ ചെയ്തു. അങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത്. ഇപ്പൊ നമ്മൾ വാങ്ങുന്ന ഷെയറുകൾ എന്താണ്, ഡിജിറ്റൽ ഫോമിൽ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യും. അത് ആരാണ് കീപ്പ് ചെയ്യുന്നത്? ഈ പറയുന്ന ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. ഇവരും സെബി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജന്റുകളാണ്, ലീഗൽ എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് 2 ഡിപ്പോസിറ്ററീസ് ആണ് ഉള്ളത്. ഒന്ന് ഈ പറയുന്ന നാഷണൽ ഡിപ്പോസിറ്ററി, പിന്നെ ഒന്ന് സെൻട്രൽ ഡിപ്പോസിറ്ററി. അങ്ങനെ 2 പേരാണ് ഇന്ത്യയിലുള്ളത്. അതായത് ദ നാഷണൽ ഡിപ്പോസിറ്ററി ലിമിറ്റഡ് NSDL എന്ന് പറയും, ആൻഡ് ദ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് CDSL എന്ന് പറയും. ഈ 2 ഡിപ്പോസിറ്ററിയുടെ അടുത്ത് ലിങ്ക് ചെയ്തിട്ട് മാത്രമേ ഒരു ബ്രോക്കർക്ക് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് തരാൻ സാധിക്കുള്ളൂ. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമാണ്, അവരുടെ പ്രൊഡക്റ്റ് ആണ്. അതിലൂടെയാണ് നമ്മൾ ബൈ ആൻഡ് സെല്ല് ചെയ്യുന്നത്, ചാർട്ട് നോക്കുന്നത്, ലൈവ് പ്രൈസ് കാണുന്നത്, അതിന് ബേസിൽ റിപ്പോർട്ട്സുകളൊക്കെ കാണുന്നത് നമ്മൾ അതുവഴിയാണ്. പിന്നെ നമ്മൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട്. ആ ഡിമാറ്റ് അക്കൗണ്ട് ആണ് നമുക്ക് എന്ത് എവിടെയുള്ളത്, CDSL ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ NSDL ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് നേരെ ചെന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്നിട്ട് എനിക്ക് ഷെയർ വാങ്ങണം വെക്കണം എന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പറയുന്നതിൽ ഒരു ബ്രോക്കർ എടുത്ത് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവർ വഴി ഡിമാറ്റ് അക്കൗണ്ടിൽ മാത്രമാണ് നമ്മുടെ ഈ വാങ്ങി വെക്കുന്ന ഷെയറുകൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ നോക്കിയേ, നിങ്ങൾ എന്താ ചെയ്യേണ്ട, പ്രാക്ടിക്കൽ സെനാരിയോയിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ കൊണ്ടു നോക്കുക. ഫോർ എക്സാമ്പിൾ ഫയേഴ്സ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടും. ആ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ബ്രോക്കർ അക്കൗണ്ട് ട്രേഡിംഗ് ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു, നിങ്ങളൊരു ഷെയർ എടുക്കുന്നു, അത് വാങ്ങുന്നു. അത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിച്ചു വെക്കും. സെല്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഡെബിറ്റ് ചെയ്തു. നമ്മുടെ പൈസ ബാങ്കിൽ ക്രെഡിറ്റ് ആകും, ഡെബിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഡെബിറ്റും ആകും ക്രെഡിറ്റും ആകും. ഇത്ര ഉള്ളൂ സംഭവിക്കുള്ളൂ. നിങ്ങൾ ആ ഷെയർ വിറ്റ് കളയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡെബിറ്റ് ആയി പോകും, അതായത് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും. ഇത് ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന ഡിപ്പോസിറ്ററി ഏജന്റ് ആണ് ചെയ്യുക, NSDL അല്ലെങ്കിൽ CDSL ആണ് ചെയ്യുക. അത് ചെയ്യുന്ന ആര് വഴിയാണ്, നമ്മുടെ ബ്രോക്കർ വഴിയാണ് ചെയ്യുന്നത്. നമ്മൾ ബ്രോക്കർ വഴി നമുക്ക് തന്നിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഫയേഴ്സ് ഞാൻ പറഞ്ഞു, ഫയർ സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഓഫ് സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസ് ഇന്ത്യ ലിമിറ്റഡ് ആൻഡ് ദ നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. അതായത് ഫയേഴ്സ് എന്ന് പറയുന്ന ബ്രോക്കർ ഈ 2 ഡിപ്പോസിറ്ററി കമ്പനിയുടെയും DP ആണ്. DP എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആണ്. അങ്ങനെയുള്ള ഒരു ബ്രോക്കർക്ക് മാത്രമേ ഈ ഡിമാറ്റ് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫയേഴ്സ് ഇത് രണ്ടുമാണ്, ഈ 2 ഡിപ്പോസിറ്ററിയുടെയും പാർട്ടിസിപ്പന്റ് ആണ് ഫയേഴ്സ് എന്ന് പറയുന്ന ബ്രോക്കർ. പിന്നെ മൂന്നാമത് വരുന്ന ഇന്റർമീഡിയറി. ഇപ്പൊ നമ്മൾ ഒരു ഇന്റർമീഡിയറി പഠിച്ചു ബ്രോക്കർ, രണ്ടാമത്തെ ഇന്റർമീഡിയറി നമ്മൾ പഠിച്ചു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, മൂന്നാമത്തെ ഇന്റർമീഡിയറി എന്ന് പറയുന്ന ആളാണ് ബാങ്ക്. നമ്മുടെ പണം കിടക്കുന്ന ബാങ്ക്. ഇപ്പൊ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യണം. എന്തിനാണ്, പൈസ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇടുവാനും അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് വിഡ്രോ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം, പക്ഷെ വിഡ്രോ ചെയ്യുമ്പോൾ ഒരു പ്രൈമറി അക്കൗണ്ടിലേക്ക് മാത്രമേ അവർ പൈസ വിഡ്രോ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. എല്ലാ ബ്രോക്കേഴ്സും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ബാങ്കോ അല്ലെങ്കിൽ നമുക്ക് ഈ ഷെയർ മാർക്കറ്റിന്റെ ട്രാൻസാക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ബാങ്ക്. ട്രേഡിംഗ് അക്കൗണ്ടിലെ ബാങ്ക് ഒരു ഇന്റർമീഡിയറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും. ഓക്കെ, ഈ ബാങ്ക് അക്കൗണ്ടും കൂടെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് പണം ഇടാനും വിഡ്രോ ചെയ്യാനും മാത്രമല്ല, പിന്നെ നമ്മൾ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിവിഡൻഡ് കാര്യങ്ങൾ കിട്ടും, അതർ ബെനിഫിറ്റ്സ് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അവിടെ കാണിക്കണമല്ലോ. ഓക്കെ, ഇനിയിപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ഓഫേർഡ് ബൈ യുവർ ബ്രോക്കർ, ഡിമാറ്റ് അക്കൗണ്ട് ഓഫേർഡ് ബൈ ദ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആൻഡ് എ ബാങ്ക് അക്കൗണ്ട് ഓഫേർഡ് ബൈ എ ബാങ്ക്. മനസ്സിലായില്ലേ? അതായത് സിമ്പിൾ ആയിട്ട് പറയാം, ട്രേഡിംഗ് അക്കൗണ്ട് ആരാണ് തരുന്നത്, ബ്രോക്കറാണ് തരുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് തരുന്ന ആരാണ്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആണ്. ബാങ്ക് അക്കൗണ്ട് ഓഫർ ചെയ്യുന്ന ആരാണ്, ബാങ്ക് ആണ്. അല്ലെ, ഈ 3 അക്കൗണ്ടും ഇലക്ട്രോണിക്കലി ലിങ്ക്ഡ് ആണ്, ഇന്റർലിങ്ക്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് സീംലെസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതായത് നമ്മളൊന്നും അറിയുന്നില്ല, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നു, പൈസ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് അയക്കുന്നു, അത് കറക്റ്റായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ പോയി കിടക്കുന്നു, നമ്മൾ അത് യൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. ഇതെല്ലാം വിത്തൗട്ട് എനി ചലഞ്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത് 3 ഇന്റർലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ഇത് 3 ഇന്റർലിങ്ക്ഡ് ആകുന്നത്.
അതുപോലെ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? സെബി പോലെയുള്ള ഒരു റെഗുലേറ്ററി ഏജന്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ വളരെ സേഫാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റും നമ്മൾ അതിലേക്ക് ഇടുന്ന പണവും എല്ലാം ആരും എടുത്തോണ്ട് പോവില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ സ്റ്റോക്ക് നിങ്ങൾ ഇപ്പൊ ഒരു 10,000 റുപ്പീസ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇട്ടുമെന്ന് കരുതുക. ഒരു മാസമായിട്ട് നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ ട്രേഡ് ഒന്നും ചെയ്യുന്നില്ല, ഒരു സ്റ്റോക്കും വാങ്ങിയില്ല, ഒരു ഡേ ട്രേഡിംഗ് ഒന്നും ചെയ്യുന്നില്ല, അവിടെ വെറുതെ കിടക്കാണ്. 2 ആഴ്ചയോ 3 ആഴ്ചയോ കൊണ്ട് കഴിയുമ്പോൾ സെറ്റിൽമെന്റ് വരും. ആ സെറ്റിൽമെന്റ് സമയത്ത് ഈ പൈസ നമ്മളോട് പോലും ചോദിക്കാതെ ആ ട്രേഡിംഗ് ബ്രോക്കർ എന്ത് ചെയ്യും? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചിടും. അത്രമാത്രം സേഫ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇടുന്ന പൈസ. നഷ്ടം വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ മേടിക്കുന്ന സ്റ്റോക്ക് ഇപ്പൊ കൊള്ളില്ലാത്തൊരു കമ്പനിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ അത് നേരെ കൂപ്പ് കൂത്തി പ്രൈസ് താഴേക്ക് പോയി, നമ്മുടെ പൈസ ലോസ് ആയി, ഒന്നും ചെയ്യാനില്ല. പിന്നെ അത് ഏതെങ്കിലും കാലത്ത് തിരിച്ചു കയറി നമ്മൾ മേടിച്ച ബൈ പ്രൈസിന് മേളിൽ പോയാൽ മാത്രമാണ് നമുക്ക് ഇതിന് ലാഭം കിട്ടുക. ഓക്കെ, ആ ഒരു റിസ്ക് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ വേറൊരു കാര്യം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നിർത്താം. കാരണം നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഇത് തന്നെ കുറെ അധികം ടോപ്പിക് ഉണ്ട്. നിങ്ങളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിച്ച് നോട്ട് എഴുതുക. പിന്നെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് അതും വായിച്ച് ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നെക്സ്റ്റ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒറിജിൻ ഓഫ് എ ബിസിനസ്. ഒരു കമ്പനി എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കമ്പനി ഷെയർ മാർക്കറ്റിൽ അവരുടെ സ്റ്റോക്കിനെ ലിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം തിയറി പാർട്ട് കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കാം. അതായത് സ്റ്റോക്ക് വാങ്ങുക, വിൽക്കുക, ഡേ ട്രേഡിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇതെങ്ങനെ ചെയ്യുന്നത്, പ്രാക്ടിക്കലി അതെങ്ങനെയാണ് നടക്കുന്നുള്ളത് നമ്മൾ ചാർട്ടിന്റെ ഹെൽപ്പോട് കൂടി പറഞ്ഞു തരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ 5S എന്ന് പറയുന്ന ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അതിൽ തന്നെ ഡെമോ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വാങ്ങേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഈ തിയറി പാർട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അടുത്ത ഒരു വീഡിയോയിലും കൂടെ തിയറി പാർട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പിക് തിയറി പാർട്ട് ഏകദേശം കഴിയും. പിന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രാക്ടിക്കലിലേക്കായിരിക്കും പോകുന്നത്.